بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وما تكون في شأن وما تتلو منه من قرآن ولا تعملون من عمل إلا كنا عليكم شهودا إذ تفيضون فيه وما يعزب عن ربك من مثقال ذرة في الأرض ولا في السماء ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായിരിക്കാൻ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ അങ്ങോളം ഭക്തിയാദരപൂർവം നടപ്പിൽ വരുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ പരമാവധി സ്വന്തം ജീവിതത്തിലേക്ക് മാതൃകായോഗ്യമായി നിലനിർത്തി മുത്തഖിയായി ജീവിക്കാനും മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ലോകത്തെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് ഏറെ ആദരണീയനാണ് എന്നും മനുഷ്യർക്കിടയിൽ മുസ്ലിമായിരിക്കാൻ സാധിക്കുക എന്നത് വലിയ ഭാഗ്യമാണ് എന്നും മുസ്ലിങ്ങൾക്കിടയിൽ മുവഹ്ഹിദുകളും മുഅ്മിനുകളുമായിരിക്കാൻ സാധിക്കുക എന്നത് മഹത്തായ അനുഗ്രഹമാണെന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആ അനുഗ്രഹത്തിന് അല്ലാഹുവോട് നമ്മൾ നന്ദി കാണിക്കേണ്ടവരാണ്. ആ നന്ദി കാണിക്കുക എന്നത് നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് അർപ്പിച്ച് പരമാവധി ആ മനസ്സ് അല്ലാഹു നൽകിയ രൂപത്തിൽ തന്നെ വിശുദ്ധമായി, നമ്മൾ പറയാറുണ്ട് പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന്, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാനുള്ളതാണ് പരിശുദ്ധ ഖുർആനും പരിശുദ്ധ സുന്നത്തും ഇസ്ലാമിൻ്റെ എല്ലാ തരത്തിലുള്ള
നിയമനിർദ്ദേശങ്ങളുമെന്ന് നമുക്കറിയാം. അങ്ങനെ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനസ്സ് നന്നാക്കിയവൻ രക്ഷപ്പെടുകയും മനസ്സ് നന്നാക്കാൻ ശ്രമിക്കാത്തതിൻ്റെ പേരിൽ മലിനപ്പെട്ടു പോയവൻ ആരുമില്ലാത്ത ദുനിയവിയായ ലോകത്തിനപ്പുറത്ത് പരാജയപ്പെടുകയും ചെയ്യും എന്ന് നമുക്കറിയാം. നമ്മൾ മനുഷ്യരാണ് എന്നതിനാൽ തന്നെ അറിഞ്ഞും അറിയാതെയും അബദ്ധവശാലും അറിവില്ലായ്മയാലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാലും വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ വേണ്ടിയും നമ്മളിൽ നിന്ന് അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും ഒക്കെ വരാറുണ്ട്. അത് ഇനിയും വരികയും ചെയ്യും. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണല്ലോ നമ്മളെ പഠിപ്പിച്ചത്. കുല്ലു ബിനു ആദമ ഖത്താഊൻ. മുഴുവൻ മനുഷ്യരും അബദ്ധങ്ങൾക്ക്, തെറ്റുകുറ്റങ്ങൾക്ക് പാപസാധ്യതയുള്ളവരാണ്. ഫഖൈറുൽ ഖത്താഈന മിൻഹും അത്തവ്വാബൂൻ. അങ്ങനെ പാപസാധ്യതയുള്ള മനുഷ്യർക്കിടയിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരരായി തീരാനുള്ള യോഗ്യത നേടാൻ സാധിക്കുക സ്വന്തം വീഴ്ചകളെ മറച്ചുവെക്കാതെ സ്വന്തം വീഴ്ചകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് ഏറ്റുപറഞ്ഞ് ഇനി അത് ആവർത്തിക്കുകയില്ല എന്ന് മനസ്സാൽ പ്രതിജ്ഞയെടുത്ത് സംഭവിച്ചു പോയ തെറ്റുകളിൽ ഏതൊരു സമയത്തും സങ്കടത്തോടുകൂടി ജീവിക്കുക എന്നതാണ് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. നമ്മളിതൊക്കെ കഴിഞ്ഞ ആഴ്ച കേട്ട വിഷയങ്ങളാണ്, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സ് നന്നാക്കാനുള്ള 4 മാർഗങ്ങളിൽ ഒന്നാമത്തെ മാർഗം ഇപ്പറഞ്ഞ തൗബയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി തൗബ ചെയ്തിരുന്നു എന്നത് നമ്മളെയൊക്കെ ഒരു പരിധി വരെ ഭയപ്പെടുത്തേണ്ടുന്ന സംഗതിയാണ്. ജനിച്ചു വീണ നിമിഷം മുതൽ മരണപ്പെട്ട് വഫാത്തായി പോകുന്നത് വരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ ഒരു നേരിയ തെറ്റുപോലും ചെയ്യാത്ത പാപസുരക്ഷിതനായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത് ഫഇന്നി അതൂബു ഇലല്ലാഹി ഫിൽ യൗമി അക്തറ മിൻ മിഅത മറ. ജനങ്ങളെ, ഞാൻ പോലും എന്ന് പറയാനുള്ള കാരണം ഈ നടയെ പറഞ്ഞതാണ്. ലഖദ് ഗഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങേക്ക് വല്ല വീഴ്ചകളും അങ്ങിൽ നിന്ന് വന്നുപോയിട്ടുണ്ടെങ്കിലും ഇനി വല്ലതും അങ്ങ് ചെയ്യാനുണ്ടെങ്കിലും അവയൊക്കെയും നാം അങ്ങേക്ക് മുൻകൂട്ടി മാപ്പാക്കി തന്നിരിക്കുന്നു എന്ന് സൂറത്തുൽ ഫതഹിന്റെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ തഹജ്ജുദ് നമസ്കരിച്ച് ആ നമസ്കാരത്തിന്റെ ദൈർഘ്യം കാരണം കാലിൽ നീരു വന്ന് വരവീണ് ഹത്ത യതഫത്തറ ഖദമാഹു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകൾ പൊട്ടാറായിരുന്നു, വീങ്ങിയിട്ട് വലുപ്പ് വീർത്തിട്ട്. സങ്കടത്തോടുകൂടി ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, എന്തിനാണ് അങ്ങ് ഇത്രമാത്രം കഷ്ടപ്പെട്ട് ഇബാദത്ത് എടുക്കുന്നത്? അള്ളാഹു താങ്കൾക്ക് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം മാപ്പാക്കി തന്നിട്ടുണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് നമ്മളോട്, ഫഇന്നി അതൂബു ഇലല്ലാഹി, അങ്ങനെയുള്ള ഞാൻ പോലും നിത്യജീവിതത്തിൽ 100-ലധികം തവണ ഇസ്തിഗ്ഫാറും തൗബയും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങളെ. അത് നിങ്ങളിൽ പലരും കാണുന്നുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. ആകയാൽ യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹ്, നിങ്ങൾ എന്നെപ്പോലുള്ള ആളല്ല, അവരല്ല. അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലസ്തു കഹൈഅതികും, ഞാനും നിങ്ങളും എല്ലാ നിലയിലും ഒരുപോലെയല്ല.
അങ്ങനെയുള്ള ഞാൻ പോലും തൗബ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങളെ, നിങ്ങളും അത് അനുവർത്തിക്കുക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു. അങ്ങനെ തൗബ ചെയ്ത് ശുദ്ധമായ ഒരു മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. കാരണം നമ്മളൊക്കെയും അറിയും മരണം, അതെപ്പോഴും എപ്പോഴും പറയേണ്ടതില്ല. അങ്ങനെ ശുദ്ധമാക്കിയെടുത്ത ഒരു മനസ്സ് ആ വിശുദ്ധിയിൽ നിലനിൽക്കുന്ന ഒരവസ്ഥയുണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നതാണ് പിന്നീട് മനസ്സിലാക്കേണ്ടത്. ഹജ്ജ് നിർവഹിച്ച ഒരാളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ഹജ്ജലില്ലാഹി മഖ്ബൂലൻ മബ്റൂറൻ, ഒരാള് സ്വീകാര്യയോഗ്യമായ നിലയിൽ പുണ്യകരമായ ഹജ്ജ് അതിൻ്റെ പൂർണ്ണതയോട് നിറവേറ്റാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, അയാളുടെ ഉമ്മ അയാളെ പ്രസവിച്ച അന്നാളിൽ അയാൾക്ക് എന്തു വിശുദ്ധി ഉണ്ടായിരുന്നുവോ അതേ വിശുദ്ധിയിലേക്ക് അയാൾക്ക് തിരിച്ചു പോകാൻ സാധിക്കും. സക്കാത്ത് നൽകുന്നതിലൂടെയും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. തുതഹിറഹും വതുസക്കീഹിം ബിഹാ, അത് അവരെ ശുദ്ധരാക്കും, അതവരുടെ മനസ്സിന് സംസ്കാരം നൽകും, തസ്കിയത്ത് നൽകും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. റമളാനിൽ നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ എല്ലാ വീഴ്ചകൾക്കും അത് പരിഹാരമാകും. നമസ്കരിക്കുന്നതിലൂടെ ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുങ്കർ, എല്ലാ വിധത്തിലുള്ള വീഴ്ചകളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഇബാദത്തുകൾ നമ്മെ വിശുദ്ധരാക്കാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ വിശുദ്ധി നേടിയവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ആ വിശുദ്ധി ഇനി നിലനിർത്തിപ്പോകണമെങ്കിൽ നമ്മളിൽ ഉണ്ടാവേണ്ടുന്ന ചില സംഗതികളുണ്ട്. ആ സംഗതികൾ എന്താണ്? പരിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇന്റെ ആദ്യത്തെ ആയത്തിൽ പറയുന്നുണ്ട്, പിന്നെ യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ജനങ്ങളെ നിങ്ങൾ അറിയണം, ജനങ്ങളെ നിങ്ങൾ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട വസ്തുത ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അല്ലാഹു നിങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു CCTV ക്യാമറ അതിന് മുമ്പിൽ ഇങ്ങനെ ഒരു കടയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ CCTVയുടെ നിരീക്ഷണത്തിലാണ് എന്ന് ഒരു ബോർഡ് അവിടെ കാണുന്നു. നമ്മളോട് ചിരിക്കാൻ പറയാതെ തന്നെ നമ്മൾ വെറുതെ കൈയൊക്കെ പിന്നാലൊക്കെ കെട്ടിയിട്ട് എവിടെങ്കിലും കൈ വച്ചാൽ അതെന്തെങ്കിലും സംശയമായിരുന്നു ഉണ്ടാവോ എന്ന് വിചാരിച്ച് നമ്മൾ ഒതുങ്ങിക്കൂടി നടക്കുന്നവരാണ് നമ്മളെല്ലാവരും. മക്കളെ അവിടെ CCTV ഉണ്ട് കേട്ടോ എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, റബ്ബ് നമ്മളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ കഴിയാത്ത രൂപത്തിൽ അള്ളാഹു നിങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കണ്ണുപൊത്തിക്കളി ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്ത്, ഇപ്പുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പോ ഒരാൾ ഇങ്ങനെ കണ്ണുപൊത്തിയിട്ട് എണ്ണിയാൽ മറ്റുള്ളവർ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കും. ഒളിഞ്ഞു നിൽക്കുന്നവന്റെ പണി എന്താണ്? എണ്ണുന്നവൻ, കണ്ണുപൊത്തിയവൻ എവിടേക്കാണ് മാറുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇരുത്തത്തിന്റെ പേരാണ് മർസ്വദ്. അങ്ങനെ ഒളിഞ്ഞ് നമ്മളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ് അള്ളാഹു എന്നാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു നമ്മളെ പതിസ്ഥാനത്തിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചത് വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിനുൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ വഇലല്ലാഹി ആഖിബത്തുൽ ഉമൂർ. ഏറ്റവും നല്ല മതമാചരിക്കാൻ സാധിക്കുന്നവർ ആരാണ്? മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ, സൽക്കർമ്മം ചെയ്തുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് പൂർണാർത്ഥത്തിൽ അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കാൻ സാധിക്കുക. അതെപ്പോഴാണ് ഉണ്ടാവുക?
അതെപ്പോഴാണ് ഉണ്ടാവുക? ഒരു ചീത്ത കർമ്മങ്ങളും ചെയ്യാൻ തോന്നാതിരിക്കുക, ഒരു ചീത്തയും കാണാൻ തോന്നാതിരിക്കുക, കേൾക്കാൻ തോന്നാതിരിക്കുക, ചിന്തിക്കാൻ പോലും കഴിയാതിരിക്കുക. എപ്പോഴാണ് അതുണ്ടാവുക? ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മനസ്സറിയുന്നവനാണ്, എന്നെ കാണുന്നവനാണ്, എന്നെ കേൾക്കുന്നവനാണ്. ഞാൻ ഇളകിയാൽ, ഞാൻ അടങ്ങിയാലും, ഞാൻ എവിടെയാണെങ്കിലും എന്റെ റബ്ബ് എന്നെ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ നമ്മൾ നേടിയെടുത്ത വിശുദ്ധിക്ക് ഇൻഷാ അല്ലാഹ് ഒരു കോട്ടവും തട്ടാതെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ജീവിക്കാൻ സാധിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹീം. വിശുദ്ധ ഖുർആൻ പറയാ, അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ട് സൽക്കർമ്മിയായി ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുക ഇബ്രാഹിമി മില്ലത്തിനെ പിന്തുടർന്നുകൊണ്ടായാൽ അയാളോളം നല്ല ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഇഷ്ടപ്പെട്ടതായി വേറെയുണ്ടാവുകയില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണുന്നു. വഅലമു അന്നല്ലാഹ യഅലമു സിർറക്കും വനജ്വാക്കും. വിശുദ്ധ ഖുർആൻ പറയും, വഅലമു അന്നല്ലാഹ യഅലമു സിർറക്കും വനജ്വാക്കും. ജനങ്ങളെ നിങ്ങൾ ഓർത്തിരുന്നോളൂ, മനസ്സിൽ ഉറപ്പിച്ചോളൂ. അന്നല്ലാഹ യഅലമു, അല്ലാഹു സമ്പുരാൻ അറിയുന്നുണ്ട്. സിർറക്കും, നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെയും അല്ലാഹു അറിയുന്നുണ്ട്. വനജ്വാക്കും, നിങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങളും അല്ലാഹു അറിയുന്നുണ്ട്. മറ്റൊരു വചനം ഇങ്ങനെയാണ്, വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹദറൂഹു. വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും, നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം, തിരിച്ചറിയണം, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അല്ലാഹു നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും. അല്ലാഹു നിങ്ങളുടെ ബാഹ്യവശം മാത്രമല്ല കാണുന്നത്, ബാഹ്യവശത്തെ കുറിച്ച് മാത്രമല്ല അല്ലാഹുവിന് അറിവുള്ളത്. മാ ഫീ അൻഫുസികും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ, മനസ്സുകളിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെയും അല്ലാഹു അറിയുന്നു എന്ന് നിങ്ങൾ അറിയണം. അങ്ങനെ അറിഞ്ഞാൽ ഫഹദറൂഹു, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിച്ച് ഭയപ്പാടോടെ, ഇഹ്ദാർ എന്ന് പറഞ്ഞാൽ, തഹദീർ എന്ന് പറഞ്ഞാൽ ജാഗ്രത കാണിക്കുക, അലർട്ടഡ് ആവുക. നിങ്ങൾ ജാഗ്രത കാണിക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണെന്ന തോന്നലുണ്ടാവണം, നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവണം. കാരണം വമാ തകൂനു ഫീ ശഅനിൻ, നോക്കിക്കോളൂ, വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനിസിന്റെ 10-ാം അധ്യായത്തിന്റെ 61-ാമത്തെ വചനമാണ്. വമാ തകൂനു ഫീ ശഅനിൻ, നിങ്ങൾ ഏതൊരു കാര്യത്തിലാണെങ്കിലും, വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ, അത് നിങ്ങൾ ഖുർആൻ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഒരു ആയത്ത് പാരായണം ചെയ്യുകയാണെങ്കിലും, വലാ തഅമലൂന മിൻ അമലിൻ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കുകയാണെങ്കിലും, ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദാ, നാം നിങ്ങൾക്ക് സാക്ഷിയായി നിങ്ങളോട് കൂടെയുണ്ട്. ഇത് തുഫീലൂന ഫീഹി, ആ പ്രവൃത്തി നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും നാം നിങ്ങളോടൊപ്പമുണ്ട്. വമാ യഅ്സുബു അർ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിൽ എവിടെയെങ്കിലും അല്ലാഹുവിൽ നിന്ന് ഒരു അണുത്തൂക്കവും ഒരു കാര്യവും ഒരു വസ്തുതയും മറഞ്ഞു പോവുകയില്ല. വലാ സിഗറ മിൻ ദാലിക്, അണുവേക്കാൾ നിസ്സാരമായതും, വല അക്ബർ, പ്രപഞ്ചത്തെക്കാൾ വലുതായതാണെങ്കിലും ശരി, ഇല്ലാ ഫീ കിതാബി മുബീൻ, അത് റബ്ബ് അറിയുക മാത്രമല്ല, അത് റബ്ബ് കാണുക മാത്രമല്ല, അത് റബ്ബ് കേൾക്കുക മാത്രമല്ല, അത് റബ്ബിന്റെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കാനുള്ള ഏർപ്പാടുകളും അല്ലാഹു ചെയ്തിട്ടുണ്ട്. അവിടെ അതുണ്ടാവുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ ഒരു തിരിച്ചറിവ് മുറാഖബത്ത് എന്നാണ് ഇതിന് പറയുക. മുറാഖബത്ത് എന്താണത് എന്ന് ചോദിച്ചപ്പോ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ അറിയങ്ങള്, അലൈക ബിൽ മുറാഖബത്തി മിമ്മൻ ലാ യഖ്ഫാ അലൈഹി ഖാഫിയ, യാതൊന്നും മറച്ചു വെക്കാൻ കഴിയാത്ത ഒരാളുടെ മുമ്പിലാണ് നീ ഉള്ളത് എന്ന ബോധം നിനക്കുണ്ടാവണം. വഅലൈക ബിർ റജാഇ മിമ്മൻ യംലികുൽ വഫാഅ,
പറഞ്ഞ വാക്കുകൾ മുഴുവനായും പൂർത്തീകരിക്കുന്ന ഒരാളാണ് നിന്റെ റബ്ബ് എന്ന പ്രതീക്ഷ നിനക്കുണ്ടാവണം. ശിക്ഷാ സമ്പ്രദായങ്ങളുടെ അവസാന വാക്കിന്റെ ഉടയവനായ റബ്ബ് നിന്നോട് കൂടെയുണ്ട് എന്ന ജാഗ്രത നിനക്കുണ്ടാവണം. ഇതിനാണ് എന്ത് പറയുക? സൂക്ഷ്മതയുള്ള തഖ്വയുള്ള ജീവിതം, മുറാഖബത്ത് എന്ന് പറയുക. ഇബ്നുൽ മുബാറക്, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ളയോട് ചോദിക്കുകയുണ്ടായി. ഒരാളെ കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, യാ ഫുലാൻ റാഖിബില്ലാഹ അസ്സ വജൽ, മോനെ സുഹൃത്തെ, അള്ളാനെ പേടിച്ച് ജീവിക്കണം ട്ടോ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, കൈഫൽ മുറാഖബ, അതെങ്ങനെയാണ് സാധിക്കുക എന്ന്. അദ്ദേഹം പറഞ്ഞു, കാലാം ലഹു കുൻ അബദൻ കഅന്നക തറല്ലാഹ അസ്സ വജൽ, റബ്ബിനെ കാണുന്നുണ്ട് നീ, റബ്ബ് നിന്നെ കാണുന്നുണ്ട് എന്നല്ല, റബ്ബിനെ കാണുന്നുണ്ട് നീ എന്ന് നീ വിചാരിക്കുക. ഉപ്പ കാണുന്നു എന്ന് വിചാരിച്ചാൽ ഉപ്പയുടെ മുമ്പിൽ വെച്ച് മക്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഉപ്പക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. ഉപ്പ നമ്മളെ കാണുന്നുണ്ട് എന്നതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് സംഗതി, പക്ഷെ ഉപ്പാക്ക് അത് ഇഷ്ടമല്ല. എങ്കിലോ നമ്മളുടെ ഇഷ്ടം പോയി, നമ്മളത് മാറ്റിവെക്കും. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു കുൻ അബദൻ കഅന്നക തറല്ലാഹ അസ്സ വജൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നീ കാണുന്നു എന്ന് നീ വിചാരിക്കുക. അബ്ദുല്ലാഹി ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാര്യങ്ങള്, ഞാനും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും മക്കയിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു രാത്രിയിൽ ഒരു താഴ്വരയിൽ താമസിച്ചു. അപ്പോ ഫൻഹദറ അലൈനാ റാഇൻ മിനൽ ജബൽ, ആ മലയുടെ മുകളിൽ നിന്ന് രാത്രിയിൽ ഞങ്ങളെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു, രണ്ട് വഴിയാത്രക്കാരെ കണ്ടിട്ടാണെന്ന് ഒരു ആട്ടിടയൻ ഇറങ്ങി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് പറഞ്ഞു, ഒരാടിന് ബിഅനാ സാത്തൻ മിൻ ഹാദിഹിൽ ഗനം, ഈ ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ തരുമോ, വിൽക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നഹു മംലൂക്ക്, ഞാൻ ഒരാളുടെ അടിമയാണെന്ന് അയാൾ പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പിന്നെ കൊല്ലി സയ്യിദിക അക്കലഹു ദിഅബ്, അതിന് ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞേക്ക്. ഉടനെ ഈ കുട്ടിയുടെ ചോദ്യം, ഫഅൈനല്ലാ, അപ്പൊ ഞാൻ റബ്ബിനോട് എന്താ പറയാ? എവിടെയാണ്? രാത്രി സമയമാണ്, മലഞ്ചെരിവാണ്, മറ്റാരും ഇല്ലാത്ത സ്ഥലമാണ്, ആട്ടിൻ പറ്റത്തിൽ എത്ര ആടുകളുണ്ടെന്ന് ആയ കുട്ടിക്കും അറിയില്ല, അതിന്റെ ഉടമസ്ഥനും അറിയില്ല, വാങ്ങാൻ വന്നത് അമീറുൽ മുഅ്മിനീനാണെന്നും അറിയില്ല. പക്ഷേ കുട്ടിയുടെ മനസ്സിലുള്ളത് എന്താണ്? റബ്ബ് അറിയുന്നു എന്ന ചിന്തയാണ്. ആ കുട്ടി സ്കൂളിൽ പോയിട്ടില്ല, മദ്രസയിൽ പോയിട്ടില്ല. മദ്രസകളിലും ഹയർ സെക്കൻഡറികളിലും കോളേജുകളിലും അറബിക്കിലും മറ്റുള്ളതിലും ഒക്കെ ഉന്നത ബിരുദമുള്ളവരാണ് നമ്മൾ. ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ തരത്തിലുള്ള കഴിവിന്റെ പരമാവധി യോഗ്യതയുള്ളവരാണ് നമ്മൾ. പക്ഷെ ഈ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിയോ എന്നത് മുഅ്മിനീങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു നിലവിളിച്ചു പോയി. ആ ഇടയന്റെ ഉടമസ്ഥനെ അന്വേഷിച്ചു പോയി. എന്നിട്ട് ഫസ്തറാഹു മിൻഹു, ആ അടിമയെ വില കൊടുത്തു വാങ്ങി. ഫഅഅതഖഹു, നീ അടിമയായി ജീവിക്കേണ്ടവനല്ല. ഇത്രയും തഖ്വയുള്ള, ഇത്രയും സൂക്ഷ്മതയുള്ള നിനക്കൊക്കെ സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുന്നതാണ് പ്രയാസകരമായത്. അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോ ഈ ഒരു സ്വഭാവം, മുറാഖബത്ത്, നമ്മളിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മുടെ വീടുകളിൽ കാണാനുണ്ട്, നമ്മുടെ കച്ചവട സ്ഥലങ്ങളിൽ കാണാനുണ്ട്, നമ്മുടെ ഔദ്യോഗിക സ്ഥലങ്ങളിൽ കാണാനുണ്ട്. നമ്മൾ എവിടെയാണോ ഉള്ളത്, വൈയക്തികവും ഗാർഹികവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് ഈ ഒരു മുറാഖബത്ത് ഇല്ലാതെയാകുന്നുവോ എന്നത്, ഈ ഒരു തിരിച്ചറിവില്ലാതെയാകുന്നുവോ എന്നത്, ഈ ഒരു സൂക്ഷ്മതാബോധം ഇല്ലാതെയാകുന്നുവോ എന്നത് നമുക്ക് പലയിടത്തു നിന്നും പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയിൽ പലരോടും സംസാരിക്കാനോ എന്തെങ്കിലും തിരുത്തി കൊടുക്കാനോ ഭയമാണ് നമുക്ക്. എന്താണ് അവരിൽ നിന്ന് കിട്ടുക എന്നറിയില്ല. മറ്റൊരു പ്രശ്നം, അവരോടത് പറയാനുള്ള യോഗ്യത നമ്മിൽ പലർക്കുമില്ല എന്ന് നമ്മളെക്കാൾ കൂടുതൽ അവർക്കറിയാം എന്നതുമാണ്. അത് മാതാപിതാക്കൾക്ക് മക്കളോടാവാം, മക്കളെ കുറിച്ച് മാതാപിതാക്കളുടെ ധാരണയുമാവാം.
പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, മുഅ്മിനീങ്ങളെ തഖ്വയുള്ളവരാവുക. എങ്ങനെയുള്ള തഖ്വയാണ്? ഹഖ്ക തുഖാതിഹി, എങ്ങനെയാണോ അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബ കിറാമും തഖ്വയുള്ളവരായി ജീവിച്ചത്, അതാണ് യഥാർത്ഥ തഖ്വ. അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ്ഖുത് തുഖാത്ത് എന്ന് പറഞ്ഞത്. ശരിയായ രൂപത്തിലുള്ള തഖ്വ അതൊരു വസ്ത്രവിധാനധാരണത്തിലല്ല, അതൊരു ശരീരചേഷ്ടയിലല്ല, അത് നമ്മുടെ സംസാരത്തിലല്ല, അത് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾക്കുണ്ടാകുന്ന പ്രയോജനമായും പ്രചോദനമാവണം. നമ്മുടെ മനസ്സ് തഖ്വ ഹാഹുന എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവിടെ നിന്നാണ് വാക്കുകളായും പ്രവൃത്തികളായും നമ്മുടെ ജീവിതം നന്നായി തീരേണ്ടത്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകന് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഈ ഒരു സംഗതി എന്താണെന്നറിയോ? അദ്ദേഹം മകനെ മടിയിലിരുത്തിയിട്ടോടെ മോനെ കലത്തിൽ ചരൽക്കല്ല് വാരിയിട്ടിട്ട് കൊട്ടക്കൈയിൽ കൊണ്ട് കോരിയാൽ ചോറ് കിട്ടണം എന്ന് നീ വിചാരിക്കരുത്. കലത്തിൽ കല്ലാണെങ്കിൽ അതിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ കല്ല് മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിനക്ക് ചോറ് വേണമെന്ന് ആവശ്യമുണ്ടോ, പിന്നെ ആഗ്രഹമുണ്ടോ, താല്പര്യമുണ്ടോ, കലത്തിൽ അരിയിടണം. അരിയാണിട്ടത് എന്ന് നീ ഉറപ്പിക്കണം. അപ്പൊ മകൻ ഇങ്ങനെ മുഖത്ത് കൊക്കിയിട്ട് വാപ്പ എന്തേ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലല്ലോ എന്ന്. അപ്പൊ അദ്ദേഹം തിരുത്തി കൊടുക്കാം, മകനെ, മനസ്സാണ് നമ്മുടെ കലം. അവിടെ വൃത്തികേട് നിറച്ചു വെച്ചാൽ, അവിടെ ഈമാനും തഖ്വയും തൗഹീദും സുന്നത്തും മരണചിന്തയും പരലോക ചിന്തയും പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ഭയപ്പാടും മുറാഖബത്തും നിറച്ചു വെക്കാതെ നാവിലൂടെ നല്ലത് വരണം, പ്രവൃത്തി നല്ലതാവണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല മകനെ. അതുകൊണ്ട് നീ നിന്റെ മനസ്സ് ഈമാൻ കൊണ്ട് നിറക്കണം, തഖ്വ കൊണ്ട് നിറക്കണം, റബ്ബിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് ഭയപ്പാട് കൊണ്ട് നിറക്കണം. അപ്പോഴേ നിന്റെ ജീവിതം നന്നാവുകയുള്ളൂ, നിന്റെ പ്രവർത്തനം നന്നാവുകയുള്ളൂ, പെരുമാറ്റം നന്നാവുകയുള്ളൂ. അതല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാ ആഴ്ചയും കേൾക്കുന്ന യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യഗ്ഫിർ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഏയ് മുഅ്മിനീങ്ങളെ, തഖ്വയുള്ളവരായി ജീവിക്കുവീൻ. തഖ്വയുള്ളവരായി ജീവിച്ചാൽ വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾക്ക് സത്യസന്ധമായത് മാത്രം പറയാനുള്ള തഖ്വ കിട്ടും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ നിങ്ങൾ നല്ല കാര്യങ്ങൾ സത്യസന്ധമായത് മാത്രം പറഞ്ഞാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ പ്രവർത്തനങ്ങളും നന്നാകും. ഇത് രണ്ടും മൂന്നും നന്നായാൽ, മനസ്സും വാക്കും പ്രവൃത്തിയും നന്നായാൽ, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളിൽ നിന്നുള്ള വീഴ്ചകൾ റബ്ബ് സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുകയും ചെയ്യും. ഇതിനെന്താണ് വേണ്ടത്? വമയ്യുതഇല്ലാഹ വറസൂല, അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിനെ, പരിശുദ്ധ ഖുർആനിനെ, തിരുസുന്നത്തിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക മാത്രമാണ്. അതിന് നിങ്ങൾക്ക് സാധിച്ചാൽ ഫഖദ് ഫാസ ഫൗസൻ അളീമ, നിങ്ങൾക്ക് വമ്പിച്ച വിജയം ദുനിയാവിലും പരലോകത്തും ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മപ്പെടുത്തിയത് ഇക്കാര്യങ്ങളെല്ലാം ഉണർത്തുവാൻ വേണ്ടിയാണ്. അങ്ങനെ മനസ്സ് ഈമാൻ കൊണ്ട് നിറച്ച് വാക്കും പ്രവൃത്തിയും നന്നാക്കി തീർക്കാൻ ശ്രമിച്ച് ജീവിതം വിജയിപ്പിക്കാൻ, പാപങ്ങൾ മാപ്പാക്കി കിട്ടാനുള്ള യോഗ്യത നേടിയെടുക്കാൻ സാധിക്കുന്നവരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെയും നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ വഹബീബിനാ വസഫിയിനാ വശഫീഇനാ വമൗലാനാ മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വഅസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വഅസ്ഹാബിഹിൽ ഫായിസീനൽ മുജാഹിദീന ഫീ സബീലില്ലാഹ് വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വഹസന ഉലൈക റഫീഖാ. അമ്മാ ബഅദ്, യത്തഖുല്ലാഹ വകൂനു ഇബാദല്ലാഹ്. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾക്ക് വിധേയരായി മുത്തഖികളായി ജീവിക്കാൻ ജീവിതത്തിൻ്റെ സർവ്വസമയങ്ങളിലും സന്ദർഭങ്ങളിലും
ആത്മാർത്ഥമായി ശ്രമിക്കുകയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നെയും നിങ്ങളെയും. അള്ളാഹു നമ്മളെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തായ നമസ്കാരത്തിൻ്റെ നിബന്ധനകൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ നമസ്കാരം സ്വീകാര്യമാവുകയില്ല എന്ന് നമ്മൾക്കറിയാം. ആ ഷർത്തുകളെ കുറിച്ചാണ് നമ്മുടെ ചർച്ച വരുന്നത്. വസ്ത്രം എങ്ങനെയാവണം, നഗ്നത മറക്കേണ്ടത് എങ്ങനെയാവണം എന്നായിരുന്നു കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി നമ്മൾ ചർച്ച ചെയ്തത്. മറ്റൊരു ഷർത്ത് നമുക്കറിയാം, നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവുക എന്നാണ്. വൃത്തികേടുകളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന് എന്നൊക്കെ നമുക്കതിന് പൊതുവായി പറയാം. രക്തം, ചലം, ഛർദിച്ചത്, മലം, മൂത്രം എന്നിവയാണ് നജസ്സുകളായി പരിഗണിക്കപ്പെടുന്നത്. ഇവ നമസ്കരിക്കുന്നവന്റെ വസ്ത്രത്തിലോ നമസ്കരിക്കുന്നവന്റെ ശരീരത്തിലോ നമസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലത്തോ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒഴുകുന്ന രക്തമാണെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദമം മസ്ഫൂഹൻ, ഒരു കൊതുക് കടിച്ചതോ ചെറിയൊരു മുറിവിൽ നിന്നുണ്ടായ ഒരു തുള്ളി രക്തമോ ഒന്നും നജസായിട്ടല്ല പരിഗണിക്കുക. ഒരു ബാൻഡേജിൽ, ഒരു പ്ലാസ്റ്ററിനുള്ളിലൊക്കെ ഒതുങ്ങുന്ന രക്തമാണെങ്കിൽ അത് നജസായിട്ടല്ല പരിഗണിക്കുക. അതിൻ്റെ ഒന്നും പേരിൽ നമസ്കാരം ഒഴിവാക്കാവുന്നതുമല്ല. പക്ഷേ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു മേഖലയാണത്. അലസത കാണിക്കാവതല്ല എന്നർത്ഥം. ഈ കാര്യങ്ങളല്ലാതെ ഒന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി: രക്തം, ശവം, ചലം, ഛർദിച്ചത്, മലം, മൂത്രം എന്നിവയാണ് നജസ്സുകളായി പണ്ഡിതന്മാർ, എല്ലാ മദ്ഹബിന്റെ ഇമാമുകളും പരിഗണിച്ചിട്ടുള്ളത്. ഇതല്ലാതെ നമ്മൾ അറിയേണ്ടുന്ന ചില സംഗതി: ചെളി, പൊടി, മണ്ണ്, പുക, കരി, പിന്നെ നമ്മുടെ മസാലക്കോറികൾ, ഇതെല്ലാം നജസ്സുകളാണെന്നും വൃത്തികേടുകളാണെന്നും തെറ്റിദ്ധരിച്ച് നമ്മുടെ സഹോദരിമാരിൽ നല്ല ഒരു വിഭാഗം, അത് പ്രകാരത്തിൽ നമ്മുടെ പുറത്ത് ജോലിക്ക് പോകുന്ന നമ്മുടെ സാധാരണ സഹോദരങ്ങളിൽ നല്ല ഒരു വിഭാഗം, രോഗം കൊണ്ട് കിടപ്പിലായ മറ്റൊരു വിഭാഗം നമസ്കാരം ഉപേക്ഷിക്കുന്നവരുമുണ്ട്. വൃത്തിയില്ല എന്ന പേരിൽ നമസ്കാരം ഉപേക്ഷിക്കുന്ന ഈ വിഭാഗങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതി, പ്രിയപ്പെട്ടവര്, അതിൽ രോഗികളോടാണ് ആദ്യം പറയേണ്ടത്. രോഗം എന്നത് 2 കാര്യങ്ങളുടെ സൂചനയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, മരണത്തിന്റെ മുന്നറിയിപ്പാണത് എന്നാണ്. ഒന്ന്, രോഗം മരണത്തിന്റെ മുന്നറിയിപ്പാണ്. രണ്ടാമത്തത്, നമുക്ക് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള തിരിച്ചറിവുണ്ടായി തഖ്വയുടെ തൗബ ചെയ്ത് മാപ്പ് ചോദിച്ച് ജീവിതം നന്നാക്കി എടുക്കാനുള്ള കാലമാണ് രോഗകാലം എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. ഒരു നേരിയ പനിയാണ്, അല്ലെങ്കിൽ കുറച്ചു ദിവസം കിടപ്പായി, നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, മൂത്രത്തിന് സഞ്ചി ഇട്ടിട്ടുണ്ട്, സാധാരണ രൂപത്തിലുള്ള ജീവിതവും ക്രമങ്ങളൊന്നും നടക്കണില്ല. നമ്മൾ ആകെ ഉപേക്ഷിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതിൽ മാറ്റം വരില്ല, കുളിക്കുന്നതിന് മാറ്റം വരില്ല, അതിഥികളെ സ്വീകരിക്കുന്നതിന് മാറ്റം വരുന്നില്ല, എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത് നമ്മൾ തുറന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ആകെ ഒഴിവാക്കുന്ന ഒരു കാര്യം എന്താണ്? നിസ്കാരമാണ്. മുഅ്മിനീങ്ങളുടെ സങ്കടം കൊണ്ട് പറയാൻ, പള്ളി മെമ്പറിന്റെ ബാധ്യതയാണെന്ന് പറയാൻ, ഒരു നേരത്തെ നമസ്കാരം അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒഴിവുകഴിവുകളില്ലാതെ ഉപേക്ഷിക്കുകയും ആ നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് മരണപ്പെടുകയും ചെയ്താൽ ഫഖദ് മാത മീത്തത്തൻ ജാഹിലിയ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ മരണപ്പെട്ടവെന്നും പോലെയാണ് അവന്റെ മരണത്തെ കണക്കാക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, അപ്പൊ രോഗികളാണ് ഏറ്റവും ശ്രദ്ധയോടുകൂടി നമസ്കരിക്കേണ്ടത്. സമയമായാൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്താണോ അപ്പശുദ്ധിയാവാനുള്ള സാധ്യത, ആ ശുദ്ധി നേടിയിട്ട് അവർ അടിയന്തരമായി നമസ്കരിക്കണം, വൈകിപ്പിച്ചുകൂടാ. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പൊടിയും പുകയും വിയർപ്പും ചെളിയും പിന്നെ മസാലപ്പൊടിയും ഇതൊക്കെ ആയിട്ട് നിസ്കരിക്കാതെ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉമ്മുൽ അതാ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഞങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു ഉപദേശം തന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ കാര്യമായി പറഞ്ഞത്, കുന്തു ഉരീതുകുന്ന അക്തറ അഹ്ലിന്നാർ, സ്ത്രീ സമൂഹമേ, നിങ്ങളാണ് നരകാവകാശികളിൽ കൂടുതലും എനിക്ക് ഉള്ളത് എന്നെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതെന്താണ് കാരണമെന്ന് ചോദിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദാലിക ലിനുക്സാനി ദീനികുന്ന വഅഖലികുന്ന, മതബോധം കുറവാകുന്നു.
അതിന്റെ ഉദാഹരണം ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ നമസ്കാരങ്ങളിൽ നിങ്ങൾ വീഴ്ച വരുത്തുന്നുണ്ട്, നമസ്കാരങ്ങളിൽ വീഴ്ച വരുത്തുന്നുണ്ട്. മോമിനികളെ, നേരത്തെ പറഞ്ഞ സംഗതികളുണ്ടല്ലോ, അള്ളാഹു എന്നെ കാണുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷാർദ്ധങ്ങൾക്കും കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ നജസ്സുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ രണ്ട് ഭാഗവും നമ്മൾ ഉൾപ്പെടുത്തണം. നമ്മുടെ ശരീരത്തിൽ നജസ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിക്കൂടാ. നിർബന്ധിത സാഹചര്യങ്ങളിൽ ഇതൊന്നും നമ്മുടെ ചർച്ചയിൽ വരികയുമില്ല. എന്താണോ അവസ്ഥ, ആ അവസ്ഥയിൽ നമസ്കരിക്കാനാണ് എല്ലാ മദ്ഹബുകളും പറഞ്ഞിട്ടുള്ളത്. നമസ്കരിക്കാൻ പിന്നീട് കഴിയുമെങ്കിൽ അത് മടക്കി നമസ്കരിക്കണമോ വേണ്ടയോ എന്നതിൽ മാത്രമേ മദ്ഹബുകൾക്കിടയിൽ ചർച്ചയുള്ളൂ. നമസ്കരിക്കണോ വേണ്ടയോ എന്നതിൽ ചർച്ചയേ ഇല്ല എന്ന് പ്രിയപ്പെട്ട മോമിനിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നത് ഷർത്താണ്. ആ ഷർത്തിൽപ്പെട്ട നജസുകൾ ഈ 6 അതിനപ്പുറത്തുള്ള നജസുകളിൽ പെട്ടവയല്ല എന്ന് തിരിച്ചറിയുക. അള്ളാഹു നമ്മളെ യഥാർത്ഥത്തിൽ സുന്നത്തുകൾ തിരിച്ചറിയാൻ, ആ സുന്നത്തുകളെ ഉൾക്കൊള്ളാൻ, കൃത്യമായി പിശാചിന്റെ വസ്വാസകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ്, തഖ്വ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതം വിശുദ്ധമായി അള്ളാഹുവിൻ്റെ മുമ്പിലാണ്, അള്ളാഹു കാണുന്നു എന്ന ബോധ്യത്തോടു കൂടി നല്ല സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും, ആ സൂക്ഷ്മത നിലനിർത്തി ഈമാനോടെ തഖ്വയോടെ തൗബയോടെ മരണപ്പെടുവാനും ഭാഗ്യം ലഭിക്കുന്നവരിൽ റഹ്മാനായ റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ ആദരണീയരായ മാതാപിതാക്കളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ജീവിതത്തിൽ വന്നുപോയ സകലമാന വീഴ്ചകളിൽ നിന്നും, അബദ്ധങ്ങളിൽ, തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അവ നിമിത്തം ഞങ്ങളെ ശിക്ഷിക്കല്ല റഹ്മാനെ. അവയുടെ കെടുതികളിൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അവയെ മൂടിക്കളയുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. ആയുസ്സും ആരോഗ്യവും ഈമാനും തഖ്വയും അമലു സ്വാലിഹാത്തുകളും ഇനിയുള്ള കാലത്ത് അങ്ങോളം ഇങ്ങോളം വർദ്ധിപ്പിച്ച് കിട്ടാൻ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് കരുണ ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെയും ഇണകളെയും കൺകുളിർമയാക്കി തരയണമേ റഹ്മാനെ. ഇസ്ലാമിനോട് അഭിമാനമുള്ള, ഇസ്ലാമിനെ സ്നേഹിക്കുന്ന, ഈമാനിനെ ഇസ്സത്തായി കാണുന്ന മക്കളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വളർത്തണമേ റഹ്മാനെ. സംരക്ഷിക്കണമേ റഹ്മാനെ. എല്ലാ തരത്തിലുള്ള പൈശാചികതകളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള വ്യതിയാനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. ഈമാനോടെ തഖ്വയോടെ തൗബയോടെ ജീവിതത്തോട് വിട പറയാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ഞങ്ങളുടെ ചെറുതും വലുതുമായ രോഗങ്ങൾ ശിഫയാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ നീക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ വിഷമങ്ങൾ ഇല്ലാതാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا وأجر والدينا وأهلنا من النار. اللهم أعز الإسلام والمسلمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم على محمد.